എന്നാ പിന്നെ അവരെ വിളിക്കാം. അവരെ വിളിച്ചോ. ഇരിക്കും മോളെ. ഇരിക്കും കേട്ടോ. എന്താ അഡ്മിഷന് വരാൻ പറഞ്ഞിരുന്നു. എന്താ പേര്? രാജി. കാർഡ് എന്തേ? കാർഡ് കിട്ടിയില്ലായിരുന്നു. കാർഡില്ലെങ്കിലും വരാൻ സാറ് പറഞ്ഞിട്ട് വന്നാ. ഇവിടെ കാണുന്നില്ലല്ലോ. ആണോ? അന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങളല്ലേ? മാഷെ എന്നാ ആപ്ലിക്കേഷൻ നോക്ക്. പേരെന്താ? രാജിയോ? കാർഡ് വിട്ടിട്ടില്ല സാർ. ഇനി മാർക്ക് ഇതേപോലെ ആയാലേ ഡിഗ്രിക്ക് ഒന്നും അഡ്മിഷൻ കിട്ടില്ല കേട്ടോ. ഇനി നന്നായി പഠിച്ചാലേ കാര്യമുള്ളൂ. ഓക്കെ? അവിടെ ഫീസ് അടിച്ചോളൂ കേട്ടോ. സാർ, ഇത്രയുമാണ് ഞങ്ങളെ ഗ്രൂപ്പ് അന്വേഷിച്ച കാര്യങ്ങൾ. ഓക്കെ ശരി. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് ആരാ അവതരിപ്പിക്കുന്നത്? സാർ, ഞാൻ മനോജ് ബാബു. ഓക്കെ, മനോജ് ബാബു തുടങ്ങിക്കോളൂ. രാജിയുടെ പുതിയ സ്കൂൾ ജീവിതത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ, അതാണ് ഞങ്ങൾ അന്വേഷിച്ചത്. രാജിക്ക് തൻ്റെ നാട്ടുകാരിയായ ഒരു കൂട്ടുകാരിയെ കിട്ടി. പേര് ബുഷറ. അവളോടൊപ്പമായിരുന്നു പലപ്പോഴും സ്കൂളിലേക്കുള്ള രാജിയുടെ പോക്കും വരവും. സയൻസ് എടുത്തിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? നഴ്സിംഗിന് പോണം, നഴ്സാവണം. എന്നിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ കുത്തിവെക്കണല്ലേ? അയ്യേ, ഇവിടെ ഉള്ളവരൊക്കെ ആര് കുത്തിവെക്കാൻ? കുത്തിവെക്കണേൽ അമേരിക്കയില് പോണം. അത് ശരി. അപ്പൊ കാശുണ്ടാക്കാനാണല്ലേ പരിപാടി, അല്ലാണ്ട് ആതൊരു സേവനല്ല. അങ്ങനെയുള്ള വിഡിത്തൊന്നും ഞാൻ കാണിക്കല മോളെ. ആട്ടെ, നിന്നെ അമേരിക്കയിലൊക്കെ വിടുവോ? അതൊക്കെ വിടും. മുന്നേ നീ എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? ഇവിടെ ഒന്നും കണ്ടു പരിചയല്ലോ. എവിടെയായിരുന്നു? ആദ്യം ഞാൻ അമ്മാന്റെ വീട്ടിൽ നിന്നായിരുന്നു പോയിണ്ടായിരുന്നേ. പിന്നെ ഇപ്പൊ എന്താ ഇവിടെ നിന്നാക്കാന്ന് വിചാരിച്ചേ? അത് ടൗണല്ലേ, അവിടെ നല്ല മാർക്കുള്ളവർക്കൊക്കെ കിട്ടുള്ളൂ. പിന്നെ അഡ്മിഷൻ കിട്ടിയൂല്ല, അതുകൊണ്ടപ്പൊ ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചേ. അങ്ങനെയല്ലേ? അപ്പൊ നിനക്കെത്ര മാർക്ക് ഉണ്ടായിരുന്നു? നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് B+ ആയിരുന്നു. A+ ഒക്കെ ഉള്ളവർക്കേ കിട്ടുള്ളൂ അവിടെ. ഇവിടെ ആണെങ്കി ഉപ്പാന്റെ വീട്ടിൽ നിന്ന് പോവാലോ. ടൗണിനെക്കാട്ടും എനിക്കിഷ്ടം നാട്ടുംപുറ. നിനക്കപ്പോ ഇവിടെയുള്ള ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷിലല്ലേ ഫുള്ള്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചുകാലം ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ, എനക്ക് മനസ്സിലാവുന്നില്ലേ? എവിടെ മനസ്സിലാവാനാ മോളെ? ഞാൻ 10ാം ക്ലാസ് വരെ ദ്രവണാങ്കം കൊതണാങ്കം എന്നൊക്കെ അല്ലേ പഠിച്ചത്. ഇപ്പൊ വെലോസിറ്റി എന്നൊക്കെ കേൾക്കുമ്പോ എവിടെ മനസ്സിലാവാനാ? ബസ്. അയ്യോ, അത് നിർത്താണ്ട് പോയി. ഇനിയിപ്പോ ഏതാ ബസ്? ബസ് യാത്രയായിരുന്നു രാജിക്കുണ്ടായിരുന്ന പുതിയ പ്രശ്നം. പോമങ്ങര. പത്താം ക്ലാസ് വരെ എല്ലാം മലയാളത്തിൽ പഠിച്ചിരുന്ന അവൾക്ക് ഇംഗ്ലീഷിലുള്ള ക്ലാസുകൾ ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാര്യങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്ത് പഠിച്ചിരുന്നതുകൊണ്ട് പ്രയാസങ്ങൾ ഏറെ ലഘൂകരിക്കപ്പെട്ടു. മറ്റു പലതും പറയാനുള്ള അവസരം കൂടിയായിരുന്നു ചർച്ചകൾ. A4 സൈസ് പേപ്പറാണേ ചേച്ചിയാ? ഇത് മതിയോ? ഇത്രയൊന്നും പോരാ, ഇനിയും കുറച്ചുകൂടെ വേണം.
ഇനി വേണോ? ഇതൊന്നും പോരാ. ഇതൊക്കെ അസൈൻമെന്റിനാ. ഇനിയും വേണോ? ഇനിയും വേണോ? സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്വയം ചെയ്തിരുന്നു അവൾ. രാജി, ആ സാറ് പറഞ്ഞ അസൈൻമെന്റ് ചെയ്തോ നീ? ആ ചെയ്തു. എനിക്കൊന്ന് തരാവോ? ആ അതിന് നീയൊന്നും ചെയ്യാറില്ലല്ലോ. നിങ്ങളൊക്കെ ചെയ്യാറില്ലേ, പിന്നെ ഞാനെന്തിനാ ചെയ്യണത്? അതല്ല, സ്വന്തം ചെയ്യണമെന്നാ പറഞ്ഞേ. സർ, ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് അന്വേഷിച്ച കാര്യങ്ങൾ. ഓ ശരി ശരി. ഇനി ആത്മഹത്യക്ക് മുമ്പുള്ള ദിവസങ്ങളിലെ രാജിയുടെ അനുഭവങ്ങളാണ്. ലാസ്റ്റ് ഗ്രൂപ്പ് റെഡിയല്ലേ? ആരാ അവതരിപ്പിക്കുന്നത്? ഞാനാ സർ, ഷാഹിന. ഓക്കെ. എന്തായിരുന്നു ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ? വല്ല പ്രണയമോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ?